പാറുലും സംഗീതയും നാത്തൂന്മാരായിരുന്നു. രണ്ടുപേരുടെയും വീട് അടുത്തടുത്തായിരുന്നു. അങ്ങനെ പാറുലിന് നല്ല വലിയ വീടായിരുന്നു. പാറുളുടെ ഭർത്താവിന് നല്ല ജോലിയായിരുന്നു. സംഗീതയുടെ ഭർത്താവ് ചന്തയിൽ പച്ചക്കറി വിൽക്കുന്നു. ഒരു ദിവസം സംഗീത അവളുടെ മുറ്റം അടിച്ചു വരികയായിരുന്നു. അവളെ നോക്കി പാറുൽ പറഞ്ഞു, എന്റെ നാത്തൂനെ, എത്ര നാളായി ഈ ചൂല് വെച്ചെന്നെ അടിക്കണേ? ആ ചൂലിന് എന്നെ തോന്നിപ്പോവൂലേ എന്നെ ഒന്ന് മാറ്റാൻ? എന്ന് വാങ്ങിച്ചതാ. ഇനിയെങ്കിലും ഒരു പുതിയ ചൂല് വാങ്ങിച്ചൂടെ? ഞാൻ എല്ലാ മാസവും പുതിയത് വാങ്ങും. ഇല്ല നാത്തൂനെ, ഈ ചൂല് ഇനി ഉപയോഗിക്കാൻ പറ്റും നമുക്ക്. അപ്പോഴേക്കും സംഗീതയുടെ മകൾ സ്കൂളിലെ കീറിയ സ്കേർട്ടും കൊണ്ടുവരും. അമ്മ ഇത് നോക്കി, എന്റെ സ്കേർട്ട് കീറിപ്പോയി. എനിക്ക് പുതിയ സ്കേർട്ട് വാങ്ങിത്താ. ഇല്ല മോളെ, അതിന്റെ ആവശ്യമില്ല. ഇത് തയ്ച്ചാ മതി. ഇത് ഞാൻ തന്നെ നിനക്ക് തയ്ച്ചു തരാം. എന്റെ നാത്തൂനെ, ഇത്രയും പിശുക്കൊന്നും പാടില്ലാട്ടോ. എന്റെ മകളുടെ സ്കേർട്ടിൽ ഒരു കീറല് പോലും ഇല്ല. എന്നിട്ടെന്താ, ഞാൻ പുതിയ സ്കേർട്ട് വാങ്ങാൻ പോവാ. പഴയ സ്കേർട്ട് 2 മാസം മുമ്പ് വാങ്ങിയതാ. നമുക്കും എന്തെങ്കിലും ഇതും പറഞ്ഞു വാങ്ങാലോ. നിങ്ങൾ അല്ലെങ്കിലും പിശുക്കിത്തിയാ. അതിന്റെ കൂട്ടത്തിലെ കൊച്ചിനോടും കൂടെ വേണോ? അമ്മ വാ, ഷോപ്പിങ്ങിന് ലേറ്റ് ആവണു. ബാ. പിന്നെ എനിക്ക് വാക്ക് തന്നതാണേ, ഇന്ന് പിസ്സ കഴിപ്പിക്കൂന്ന്, മേടിച്ചാരൂന്ന്. പിസ്സയുടെ പേര് കേട്ടപ്പോ അനുവിന്റെ വായിൽ കപ്പലോടി. പക്ഷെ അവൾക്കറിയാം അവളുടെ അമ്മയുടെ അത്രയും പൈസ ഇല്ല എന്ന്. അതിനെന്തറിയാം മോളെ, ഞാൻ നില വലിയ മോളിലോട്ട് കൊണ്ടുപോകാം. അവര് ഷോപ്പിങ്ങിന് അങ്ങ് പോകും. കുറേ ദിവസങ്ങൾ അങ്ങനെ നീണ്ടുപോകും. ഒരു ദിവസം 2 നാത്തുമാരും ഒരുമിച്ച് ഒരു കടയിൽ വള വാങ്ങാനായിട്ട് എത്തും. ഇല്ല ചേട്ടാ, ഈ വിലക്കുറഞ്ഞ വളകൾ എനിക്കത്ര ഇഷ്ടപ്പെടുന്നില്ല. ഇതൊന്നും എന്റെ ലെവലിനുള്ളതല്ല. കുറച്ചും കൂടെ വില കൂടിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കോ? ശരി മാഡം, ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ഏതാ വേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഏത് റേഞ്ചിലുള്ള വളകളൊക്കെയാണ് വേണ്ടത്? ചേട്ടാ, എനിക്ക് ഏറ്റവും വില കുറഞ്ഞത് കാണിച്ചാൽ മതി. ഡസന് 20 രൂപ വരുന്ന ഈ കുപ്പിവളകളായാൽ മതി. എന്റെ പൊന്നു നാത്തൂനെ, എപ്പോഴെങ്കിലും ഒന്ന് പിശുക്ക് മാറ്റ്. കൊറേയൊക്കെ സേവ് ചെയ്തിട്ട് എന്തിനാ? കുറച്ചൊക്കെ സ്വന്തം കാര്യത്തിന് വേണ്ടി പൈസ ചെലവാക്കങ്ങോട്ട്. ഞങ്ങളെപ്പോലെ പാവപ്പെട്ടവർക്ക് 1 രൂപ പോലും വിലയുള്ളതാ. വില കൂടിയ വള വാങ്ങിയിട്ട് എന്തിനാ വെറുതെ പാഴ്ചെലവാക്കുന്നത്? അതുകൊണ്ട് തന്നെ എനിക്ക് വില കുറഞ്ഞ വളകളാണ് ഇഷ്ടം. ഇപ്പൊ എന്തെങ്കിലും മാറ്റിവെച്ചാൽ ഭാവിയിലേക്ക് അത് ഉപയോഗപ്പെടും നമുക്ക്. അങ്ങനെ ഒരാള് വില കൂടിയ വളകളും ഒരാള് വില കുറഞ്ഞ വളകളും വാങ്ങിക്കും. ഒരു ദിവസം അനു അമ്മയോട്, അമ്മ, മാഡം പറഞ്ഞു ഇപ്രാവശ്യത്തെ പുസ്തകമൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടില്ല, പുറത്തുനിന്ന് വാങ്ങണമെന്നാ. 1000 രൂപയുടെ ബുക്കുകളാ പറയുന്നേ. എന്താ ഇത്രയും വിലയോ? അത് കുഴപ്പമില്ല, ഞാൻ ആരെങ്കിലും നോക്കി വായിച്ചോളാം. ഇല്ല ഇല്ല മോളെ, നിന്റെ പഠനത്തെക്കുറിച്ച് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നിന്റെ അച്ഛന് നിനക്ക് പുതിയ പുസ്തകം വാങ്ങിത്തരാൻ കഴിയില്ല. പക്ഷേ പഴയ പുസ്തകം നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാം. അത് നിങ്ങൾ പറഞ്ഞത് ശരിയാ. അങ്ങനെ ഒരു കട എനിക്ക് അറിയാം. അച്ഛാമ്മ, നമ്മളെന്താ പാവപ്പെട്ടരെ? ചിറ്റമ്മയെ കണ്ടില്ലേ? ചിറ്റമ്മയുടെ എന്തോരം പൈസയാ. നമുക്കെന്താ അതുപോലെ ഒന്നും ചെയ്യാൻ പറ്റാത്തേ? മോളെ, ദൈവം എല്ലാരും ഒരേപോലെ സൃഷ്ടിക്കില്ല. നമ്മൾ പാവങ്ങൾക്ക് പൈസ നോക്കിയും കണ്ടു വേണം ചെലവാക്കാൻ. എന്റെ ആഗ്രഹം എന്റെ മകൾ നല്ല രീതിയിൽ പഠിച്ചു വളരണമെന്നാ. നീ ഭാവിയിൽ പണക്കാരി ആയാൽ തന്നെ എന്റെ ഒരു ഉപദേശം, ഒരിക്കലും ഷോപ്പിങ്ങിന് പൈസ പാഴാക്കരുത് എന്നാ. ശരിയമ്മ, അമ്മ ടെൻഷൻ അടിക്കണ്ട. ഞാൻ വലുതായി ഒരുപാട് പൈസ ഉണ്ടാക്കും. എന്നിട്ട് അമ്മേനെ ഷോപ്പിങ്ങിന് കൊണ്ടുപോകും. പക്ഷെ പാഴ്ചെലവ് എന്തായാലും ചെയ്യൂല. സംഗീത എപ്പോഴും അനുവിന് നല്ല ഉപദേശങ്ങൾ കൊടുക്കും. പാറുൽ ഒരിക്കലും മകൾക്ക് നല്ല ഉപദേശങ്ങൾ കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു ദിവസം, റിയ മോളെ, എന്തിനാണ് സമയം കളയുന്നത് ഇങ്ങനെ പ്രൊജക്ട് ഉണ്ടാക്കിയിട്ട്? ഞാനേ സ്റ്റേഷനറിയിൽ നിന്നും റെഡിമെയ്ഡ് ആയിട്ടുള്ള പ്രൊജക്ട് മേടിക്കാം. നമ്മുടെ കയ്യിൽ എപ്പോഴും പൈസ തന്നെയല്ലേ ഉള്ളൂ. അമ്മ എന്റെ ബെസ്റ്റ് അമ്മയാ. ഞാൻ കരുതി അമ്മ എന്നെ വഴക്ക് പറഞ്ഞാലോ എന്ന് ഓർത്തിട്ടാ പറയാതെ. അതിന് വഴക്ക് എന്തിനാ മോളെ? പൈസ കൊണ്ട് എന്തും നമുക്ക് വാങ്ങാൻ പറ്റുമല്ലോ. പിന്നെ പ്രൊജക്ട് വാങ്ങിയാൽ എന്താ? അങ്ങനെ പാറുൾ കടയിൽ നിന്നും റെഡിമെയ്ഡ് പ്രൊജക്ട് വാങ്ങിച്ച് സ്കൂളിൽ കൊടുക്കും. റിയ ഇത് കാരണം ആകെ വഷളായിക്കൊണ്ട് വരികയായിരുന്നു. അങ്ങനെ ഒരു ദിവസം, അമ്മ, എനിക്ക് ആഹാരം കഴിക്കണ്ട. പുറത്തുനിന്ന് എന്തെങ്കിലും എനിക്ക് ഓർഡർ ചെയ്ത് തരുവോ? മോളെ, അച്ഛന് പുറത്തുനിന്ന് ആഹാരം ഇഷ്ടമല്ല. എനിക്ക് വഴക്ക് കേൾക്കും. നമുക്കൊരു ഐഡിയ ചെയ്യാം. നമുക്ക് പച്ചക്കറി വാങ്ങാൻ പുറത്തോട്ട് പോകുന്ന വഴി കഴിച്ചിട്ട് വരാം. വാവ്, എന്ത് ഐഡിയ ആണ്. അങ്ങനെ രണ്ടുപേരും പുറത്തു പോകും. അവിടെ സംഗീതയുടെ വീട്ടിലെ റേഷൻ തീർന്നു. അത് വാങ്ങാനായി രണ്ടുപേരും പുറത്തേക്ക് വരും. അമ്മ, എനിക്ക് ഈ ഒരു ബിസ്ക്കറ്റിന്റെ പാക്കറ്റ് വാങ്ങിത്തരുമോ? കുറച്ച് മിച്ചറും കൂടെ വേണം. ഇല്ല മോളെ, ആ പൈസ കൊണ്ട് ചായപ്പൊടി വാങ്ങാൻ പറ്റും. മകളെ വിഷമിച്ചുകൊണ്ട് അവൾ ചായപ്പൊടി വാങ്ങും. സംഗീതയ്ക്ക് നല്ല വിഷമമുണ്ട്. മകൾ പറയുന്നതൊന്നും അവൾക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന്. പാവപ്പെട്ടതായതുകൊണ്ട് ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ പോയി. രണ്ടുപേരും വലുതായി.
അനു പഠിക്കാൻ നല്ല മിടുക്കിയായിരുന്നു. റിയ ആണെങ്കിൽ വെറുതെ ചെലവാക്കും നൈറ്റ് പാർട്ടീസൊക്കെ എന്ന് പറഞ്ഞു. ഒരു ദിവസം, റിയ മോളെ, നീ രാത്രി മുഴുവൻ എവിടെയായിരുന്നു? നീ എന്ത് ഷോപ്പിംഗ് ആയി ചെയ്യുന്നത്? എന്റെ ക്രെഡിറ്റ് കാർഡിന്റെ ലിമിറ്റ് മൊത്തം തീർന്നിരിക്കുക. പാപ്പാ, അത് ഇന്നലെ എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു. ആ പാർട്ടി ഞാനാ നടത്തി കൊടുത്തത്. പിന്നെ ഞാൻ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. അപ്പൊ ലിമിറ്റ് തീർന്നുപോയി. എന്ത് ഇത്രയും ഷോപ്പിംഗ് ചെയ്തുന്നോ? അതെ, ഇത്രയും ഷോപ്പിംഗ് ചെയ്യുന്നതൊക്കെ അമ്മയല്ലേ പഠിപ്പിച്ചേ. അതുകൊണ്ട് അമ്മ കണക്ക് പറയണ്ട. കണക്ക് ചോദിക്കണമല്ലോ. കാരണം അത് എന്റെ പൈസയാണ്, നിന്റെയല്ല നിന്റെ അമ്മയുടെയല്ല. ഇന്നു മുതൽ നിങ്ങൾക്ക് കാശ് തരുന്നത് നിർത്തി. റിയ, നിനക്ക് ആരെങ്കിലും മാതൃകയാക്കാനുണ്ടെങ്കിൽ എന്റെ സഹോദരിയുടെ മകൾ അനുവിന് മാതൃകയാക്ക്. പഠിച്ചു അവള് വക്കീലായി. എന്നിട്ട് നീയോ ദിവസം മുഴുവൻ അങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുക. ഷോ, നമ്മുടെ മോളല്ലേ, ഇപ്പോഴല്ലേ അവൾക്ക് അടിച്ചു പൊളിക്കാൻ പറ്റൂ. ഇവളിപ്പ ചെയ്തില്ലേ പിന്നെ എപ്പ ചെയ്യാനാ? പാറുൽ എപ്പോഴും അവളുടെ മകൾ തെറ്റിയതാ കൂടെ നിൽക്കുമായിരുന്നു. അങ്ങനെ അവൾ കുടിക്കാനും തുടങ്ങിയിരുന്നു. അപ്പുറത്ത് അനു പഠിച്ചു വലുതായി ഒരു വക്കീലാകുകയും ചെയ്യും. പാറുൽ അവൾ ചെയ്ത തെറ്റവൾക്ക് മനസ്സിലായി. പക്ഷെ ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ലായിരുന്നു. പാറുൽ കാരണം അവളുടെ മകളുടെ ജീവിതം നശിച്ചുപോയി. പക്ഷെ സംഗീത ഓരോരോ പൈസ കൂട്ടിവെച്ച് അനുവിനെ വക്കീലാക്കി. അനു ഇപ്പൊ നല്ല രീതിയിൽ സമ്പാദിക്കുന്നു. അവളുടെ അമ്മേനെയും കൂട്ടി അവൾ ഷോപ്പിംഗും നടത്തുന്നു. ശീതൾ, എന്താ ചെയ്യുന്നേ? പെട്ടെന്ന് വാ. മേക്കപ്പ് ഇടാണമ്മേ, ഇപ്പൊ വരാം. മേക്കപ്പ് ഇട്ടതിനു ശേഷം ശീതൾ പുറത്തേക്ക് വന്നു. അമ്മ അവിടെ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. രണ്ടുപേരും അമ്പലത്തിൽ പോകാൻ ഒരുങ്ങുകയായിരുന്നു. മേക്കപ്പ് ചെയ്യാൻ എത്ര സമയം മോളെ നീ എടുക്കുന്നേ? സമയം എടുക്കുമോ അമ്മേ? അമ്മയ്ക്കത് മനസ്സിലാവില്ല. അതെ അതെ, എനിക്ക് വയസ്സായല്ലേ, പിന്നെ എങ്ങനെ മനസ്സിലാവാനാ? പക്ഷേ മോളെ, നീ വീട്ടുജോലികളും ഇടയ്ക്ക് ചെയ്തു പഠിക്കണം. നീ മറ്റൊരു വീട്ടിൽ ചെന്ന് എന്ത് ചെയ്യാനാ? അവിടെ ഞാൻ മേക്കപ്പ് ഇടുമേ, എന്നിട്ട് ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങും. അത് കൊള്ളാം. അപ്പൊ വീട്ടുജോലിയെല്ലാം ആര് ചെയ്യും? വേലക്കാരിയെ നിർത്തും. ബ്യൂട്ടി പാർലർ നടത്തി ഒരുപാട് പൈസ കിട്ടും. ഞാൻ നന്നായി മേക്കപ്പ് ചെയ്യുന്നുണ്ടല്ലോ. നിന്റെ അമ്മായിമ്മ അതിന് സമ്മതിച്ചില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? അമ്മായിമ്മേനെ മാറ്റും. നീയല്ലേ ആള്, അതും ചെയ്യാൻ അപ്പുറവും ചെയ്യും. വരുമോ, ഇപ്പൊ തന്നെ ലേറ്റായി. ശീതളും അമ്മയും ക്ഷേത്രത്തിലേക്ക് പോയി. ആ ക്ഷേത്രത്തിലെ പൂജാരിക്ക് അവർ രണ്ടുപേരെ നന്നായി അറിയാമായിരുന്നു. മഞ്ജു സഹോദരി, നിങ്ങളുടെ മകള് വലുതായല്ലോ. നമുക്ക് ഇവളെ കല്യാണം കഴിപ്പിച്ച് വിടണ്ടേ? അതെ സ്വാമിജി, നല്ല പയ്യന്മാരെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. പിന്നെന്താ, ഞാൻ ഫോട്ടോ കൊണ്ടുവരാം. ആ സമയത്ത് എനിക്ക് ശീതളിന്റെ കൈകൊണ്ട് ഒരു ചായ കുടിക്കാലോ. അന്ന് വൈകുന്നേരം പൂജാരി ഒരു പയ്യന്റെ ഫോട്ടോയുമായി അവിടെ എത്തി. ആ ഫോട്ടോ കണ്ടതും ശീതൾ കല്യാണത്തിന് സമ്മതിച്ചു. ആ പയ്യന്റെ പേര് മുകുന്ദെന്നായിരുന്നു. ആ പയ്യൻ ഒരു പലചരക്ക് കട നടത്തിയിരുന്നു. 1 മാസത്തിനുള്ളിൽ തന്നെ അവരുടെ വിവാഹം കഴിഞ്ഞു. കല്യാണത്തിന് ശേഷവും എല്ലാ പെൺകുട്ടികളെപ്പോലെയും ശീതളിനും ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. എല്ലാ പെൺകുട്ടികളെപ്പോലെ തന്നെയും ശീതളിന്റെ സ്വപ്നവും നടക്കാതെയായി. ശീതളിന്റെ അമ്മായിമ്മയുടെ പേര് വിമല. അവരൊരു വല്ലാത്ത സ്ത്രീയായിരുന്നു. വിമല ശീതളിനോട് പറഞ്ഞു, ശീതൾ, ഈ വീട്ടിൽ ഞങ്ങൾ 4 പേരാണ്. ഞാൻ, എന്റെ ഭർത്താവ്, എന്റെ മോനും എന്റെ മോളും. നിന്നെയും കൂട്ടി 5 പേര്. എല്ലാ ദിവസവും 5 പേർക്കും നല്ല ഭക്ഷണം ഉണ്ടാക്കണം. ഭക്ഷണോ? എനിക്കൊരു ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല. എന്ത് ഭക്ഷണമുണ്ടാക്കാൻ അറിയില്ലേ? എന്നാൽ ആ പൂജാരി പറഞ്ഞ് നല്ല കുട്ടിയെ നല്ല ഭക്ഷണമുണ്ടാക്കുമെന്നൊക്കെയാണല്ലോ. അതെ അമ്മേ, ഞാൻ അങ്ങനെ തന്നെയാ. നല്ല കുടുംബത്തിലെയാ. പക്ഷെ എനിക്ക് ഭക്ഷണമുണ്ടാക്കാൻ അറിയില്ല. അയ്യോ, നിങ്ങളിത് കേട്ടില്ലേ? നിന്റെ ഭാര്യ വന്നപ്പോഴേ ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഇവൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനും അറിയില്ല. ആ പൂജാരി പറയണത് കേട്ട് വേറൊന്നും അന്വേഷിക്കാതെ പെട്ടെന്ന് തന്നെ കല്യാണം അങ്ങോട്ട് നടത്തി. പക്ഷെ ഇവര് നമ്മളെ നന്നായി പറ്റിച്ചു. നോക്കുമോനെ, നമ്മൾ കബളിപ്പിക്കപ്പെട്ടു. അയ്യോ അമ്മേ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? എനിക്ക് പാചകം ചെയ്യാൻ അറിയില്ലെന്നേ ഉള്ളൂ, വേറെ പലതും അറിയാം. ശീതളിന്റെ അമ്മായിപ്പൻ ചോദിച്ചു. നിനക്ക് പിന്നെ എന്ത് ജോലി അറിയുന്നു? എനിക്ക് ബ്യൂട്ടീഷ്യൻ ചെയ്യാൻ അറിയാം. എനിക്ക് മേക്കപ്പ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊരു ബ്യൂട്ടി പാർലർ തുടങ്ങണമെന്നുണ്ട്. എന്ത് ബ്യൂട്ടി പാർലർ തുടങ്ങണമെന്നോ? അയ്യോ, എങ്ങനത്തെ മരുമകളെ എനിക്ക് കിട്ടിയിരിക്കുന്നേ. ഇവള് പുറത്തുപോയി സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുന്നേ. ശീതളിന്റെ സ്വപ്നങ്ങളൊന്നും ഇവിടെ നടക്കില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അന്ന് വൈകുന്നേരം ശീതൾ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരുന്നപ്പോ അവളുടെ നാത്തോൻ പല്ലവി അങ്ങോട്ട് വന്നു. ഏട്ടത്തി, താ, ഞാൻ സഹായിക്കാം. അയ്യോ വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. എനിക്ക് തന്നെ ഇത് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ചോദിച്ചത് അമ്മയോട് പറയില്ലേ? അമ്മ അറിഞ്ഞ് എന്നെ വഴക്ക് പറയും. ഞാനൊന്ന് ചോദിക്കട്ടെ പല്ലവി, ഈ വീട്ടിലെന്താ എല്ലാവരും ബ്യൂട്ടി പാർലർ പറഞ്ഞപ്പോ ഇത്ര ദേഷ്യപ്പെട്ടത്? ഇവരെല്ലാം പഴയ ആൾക്കാരല്ലേ ഏട്ടത്തി? നമ്മളൊക്കെ മോഡേൺ അല്ലേ? നമ്മൾ ചിന്തിക്കുന്ന പോലെയൊന്നും അവർക്ക് പറ്റില്ല. ഒരു കാര്യം പറയട്ടെ, എനിക്കും ബ്യൂട്ടി പാർലർ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടത്തി. പക്ഷെ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ അറിയില്ല. അത്രേ ഉള്ളോ? വിഷമിക്കേണ്ട, അത് ഞാൻ പഠിപ്പിച്ചു തരാം. നമുക്ക് 2 പേർക്കും കൂടെ ബ്യൂട്ടി പാർലർ തുടങ്ങാലോ. അത്ര ഭംഗിയില്ലാത്തവരെ നമുക്ക് ബ്യൂട്ടി പാർലറിലേക്ക് കൊണ്ടുവരാം.
എന്നിട്ട് നന്നായി മേക്കപ്പ് ചെയ്ത് അവരെ തിരിച്ചുവിടാം. പല്ലവി ആരും അറിയാതെ ശീതളിൽ നിന്നും ബ്യൂട്ടീഷ്യൻ പഠിക്കാൻ തുടങ്ങി. പല്ലവി കോളേജിലും പോയിരുന്നു. അവൾക്ക് ഒരുപാട് പേരെ അറിയാം. ഒരു ദിവസം പല്ലവി ശീതളിനോട് പറഞ്ഞു, ഏട്ടത്തി, ഒരു കല്യാണമുണ്ട്, ബ്യൂട്ടീഷ്യൻ ചെയ്യോ, നല്ല പൈസ കിട്ടും. അതെ അതെ, പോവാലോ. വീട്ടില് വേറെന്തെങ്കിലും പറഞ്ഞൊപ്പിക്കാം. വീട്ടിലെന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ചിട്ട് പല്ലവിയും ശീതളും കല്യാണത്തിന് ബ്യൂട്ടീഷ്യൻ ചെയ്യാൻ പോയി. അവർക്ക് ഒരുപാട് പൈസ കിട്ടി. അവിടെയുള്ള എല്ലാവർക്കും ശീതളിന്റെ ജോലി ഇഷ്ടപ്പെടുകയും ഒരുപാട് പൈസ കിട്ടുകയും ചെയ്തു. കുറച്ചു ദിവസത്തിനുള്ളിൽ ഞാൻ വലിയൊരു ബ്യൂട്ടി പാർലർ തുടങ്ങും, എല്ലാവരും വരണം. അങ്ങനെ ശീതൾ ആരും അറിയാതെ കല്യാണത്തിന് മേക്കപ്പ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു പൈസ സ്വരൂപിച്ച് അവൾ ബ്യൂട്ടി പാർലർ തുടങ്ങി. എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് ബ്യൂട്ടി പാർലർ ആരംഭിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് വിമല ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞത്. എന്ത്, നീ ബ്യൂട്ടി പാർലർ തുടങ്ങുന്നെന്നോ? ഞങ്ങളുടെ വീട്ടിലെ മരുമകളായിട്ട് പുറത്തുപോയി ജോലി ചെയ്യാൻ നോക്കുന്നുവോ? ഞങ്ങൾ വീണ്ടും വേണ്ടാന്ന് പറഞ്ഞല്ലേ നിന്നെ ഞാൻ. മുകുന്ദ് ശീതളിനെ അടിച്ചു. അവൾ അടികൊണ്ട് താഴെ വീണു. വീഴ്ചയുടെ ആഘാതത്തിൽ അവൾ തലയിടിച്ചു മരിച്ചു. അല്ല മോനെ, നീ എന്തായി ചെയ്തത്? അവളെ കൊന്നുകളഞ്ഞോ? ഞാൻ വെറുതെ മുഖത്തടിച്ചതാണ്. പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചു? പെട്ടെന്ന് എന്റെ ബോഡി മറച്ചു വെക്കുക, അല്ലെങ്കിൽ പ്രശ്നമാവും. 3 പേരും അവളുടെ ബോഡി കൊണ്ടുപോയി ബ്യൂട്ടി പാർലറിനകത്ത് കുഴിച്ചിട്ടു. പല്ലവി വീട്ടിൽ വന്നപ്പോ തന്നെ ഏട്ടത്തിയെ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ വിമല പറഞ്ഞു, അവൾ ഓടിപ്പോയി. ഇനി ഈ വീട്ടിൽ അവളെപ്പറ്റി ഒന്നും സംസാരിക്കരുത്. അടുത്ത ദിവസം മുകുന്ദിന്റെ കടയിൽ തീ പിടിച്ചു. അവർക്കുണ്ടായിരുന്ന ഒരേ ഒരു വരുമാനം നിന്നുപോയി. വയറ്റിപ്പഴപ്പിനു വേണ്ടി മനുഷ്യൻ എന്തും ചെയ്യും. വിശന്നിരുന്ന വിമലയ്ക്ക് ആ ബ്യൂട്ടി പാർലറിന്റെ കാര്യം ഓർമ്മ വന്നു. പല്ലവി, നിനക്ക് അത്യാവശ്യം മേക്കപ്പ് ചെയ്യാനൊക്കെ അറിയില്ലേ? നീ ബ്യൂട്ടി പാർലർ ജോലി തുടങ്ങ്. ഇല്ല അമ്മേ, എനിക്ക് അത്രയും നന്നായിട്ട് ചെയ്യാൻ അറിയില്ല. നീ 2-3 ദിവസം പോയി നോക്കുമോളെ, അപ്പോൾ എല്ലാം ശരിയാവും. പല്ലവി ബ്യൂട്ടി പാർലറിലോട്ട് പോയി. പക്ഷെ അവളുടെ കൈ വിറയ്ക്കാൻ തുടങ്ങി. എന്നാൽ അവൾക്കൊന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് അവൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ ഒരു സ്ത്രീ വന്നു. നിനക്ക് മുടിവെട്ടാൻ അറിയില്ലേ? എനിക്കൊരു കല്യാണത്തിന് പോണം, എന്റെ മുടിവെട്ട്. അവർ വന്നിരുന്നപ്പോൾ പല്ലവിക്ക് കൈ വിറച്ചതുകൊണ്ട് കത്രിക പോലും എടുക്കാൻ സാധിച്ചില്ല. അവർ കണ്ണടച്ചിരുന്നു. അങ്ങനെ പല്ലവി നോക്കിയിരിക്കുമ്പോൾ കത്രിക തന്നെ പറന്നു വന്ന് അവരുടെ മുടി വെട്ടാൻ തുടങ്ങി. അയ്യോ, ഇതെന്താ അത്ഭുതമാ നടക്കുന്നേ! മുടി കട്ട് ശേഷം കത്രിക എവിടെയാണോ ഇരുന്നേ അവിടെ പോയിരുന്നു. അവർക്ക് വളരെ സന്തോഷമായി. അല്ല, നീ നന്നായി മുടി വെട്ടിയല്ലോ, ഇതാ പൈസ കൊടുത്തിട്ട് അവർ പോയി. എന്നാൽ പല്ലവിക്ക് ഒന്നും തന്നെ മനസ്സിലായില്ല. പല്ലവി അത്ഭുതപ്പെട്ടു നിന്നു. അപ്പോൾ ശീതളിന്റെ ആത്മാവ് അവിടെ വന്നു. പല്ലവി, പേടിക്കണ്ട, അത് ഞാനാണ്. എനിക്ക് മനസ്സിലായി നീ നല്ല പേടിയിലാണെന്ന്. അതാ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തത്. ഞാൻ ഈ ഭൂമിക്ക് അടിയിലാണുള്ളത്. ശീതളിന്റെ ആത്മാവ് പല്ലവിയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഈ കൊലയ്ക്ക് പ്രതികാരം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പല്ലവി പോലീസിനെ വിളിച്ചു. വിമലയും ഭർത്താവിനെയും മകനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അങ്ങനെ പല്ലവി ആ വീട്ടിൽ ഒറ്റയ്ക്കായി. അവൾ ബ്യൂട്ടി പാർലർ നടത്താൻ തുടങ്ങി. ശീതളിന്റെ ആത്മാവ് ആ ബ്യൂട്ടി പാർലറിൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം അത് അവളുടെ സ്വപ്നമായിരുന്നു. അങ്ങനെ അവൾ മാജിക്കിലൂടെ എല്ലാവരുടെയും മുടിയും കട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പല്ലവി ഒരുപാട് സമ്പാദിക്കാൻ തുടങ്ങി. ശീതളാണെങ്കിൽ അവളുടെ ആഗ്രഹം സാധിച്ചതിന്റെ സന്തോഷത്തിലായിരുന്നു. Thanks for watching.